കൊല്ലത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ്. രാവിലെ മഴയ്ക്ക് ശമനം ഉണ്ടായിരുന്നുവെങ്കിലും വീണ്ടും മഴ കനക്കുന്നു. പുനലൂർ, അഞ്ചൽ എന്നിവിടങ്ങളിൽ ഇന്നലെ പെയ്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഉടനീളം മഴയാണ്. തിരുവനന്തപുരത്ത് കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വ്യാപക നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. 12 വീടുകൾ പൂർണ്ണമായും തകരുകയും 30ഓളം വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്ത സാഹചര്യം തിരുവനന്തപുരത്തുണ്ട്. എങ്ങും വെള്ളക്കെട്ടാണ്. തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടാകുന്നതും ഈ വെള്ളക്കെട്ടിനെ ചൊല്ലിയാണ്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും എല്ലാം മഴ കനക്കുന്നു. കണ്ണൂരും കാസർഗോഡും സ്ഥിതി മറ്റൊന്നല്ല. വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ശക്തമായ മഴയാണ് ഇപ്പോഴും അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിലവിൽ സ്ഥിതി ശാന്തമാണ് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. എം മനോജ് ചേർന്നു കൊല്ലത്ത് നിന്ന്. മനോജ്, കൊല്ലത്തെ അവസ്ഥയും മറ്റൊന്നല്ല. ശക്തമായ മഴ ഇപ്പോൾ പെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നിലവിലത്തെ അവിടുത്തെ അവസ്ഥ? ദേവിക, രാവിലെ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും വീണ്ടും മഴ ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിന് മുമ്പ് വരെ ശക്തമായിട്ടുള്ള മഴയാണ് ഈ നഗരത്തിലൊട്ടാകെ തന്നെ പെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലും ശക്തമായിട്ടുള്ള മഴ തുടർന്നിരുന്നു. ഈ മഴയിൽ തന്നെ അഞ്ചൽ അതോടൊപ്പം തന്നെ പുനലൂർ മേഖലകളിലൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഈ പുനലൂർ ഐക്കരക്കുണത്ത് ഒരു വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. വീട്ടിനുള്ളിൽ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ്, അതായത് ഐക്കരക്കുണം സ്വദേശിയായിട്ടുള്ള വിശ്വംഭരൻ്റെ വീട്ടിന് മുകളിലേക്കാണ് ഈ മരം വീണത്. മേൽക്കൂര ഉൾപ്പെടെ തകർന്ന് വീണ് വീട്ടിനകത്തുള്ള ഉപകരണങ്ങളൊക്കെ നശിക്കുന്ന സാഹചര്യമുണ്ടായി. ആർക്കും പരിക്കേറ്റില്ല എന്നതാണ്. അത്ഭുതകരമായി തന്നെ ഇവർ രക്ഷപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ അഞ്ചൽ മേഖലയിൽ ഇടമുളയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വീടിൻ്റെ മതിലിടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റ് ചില മേഖലയിൽ പടിഞ്ഞാറേ കല്ലട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ വൈദ്യുതി പോസ്റ്റിന് മുകളിലേക്ക് മരങ്ങൾ വീണ് അവിടെ വൈദ്യുതി നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ കൊല്ലം നഗരപ്രദേശത്ത് അധികമൊന്നും നാശനഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ദിവസവും ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. ഇപ്പോഴും വീണ്ടും മഴ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ റോഡുകളിൽ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഈ റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു. മഴ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം ഈ മേഖലകളിലൊക്കെ മുമ്പും ഇത്തരത്തിൽ മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഈ ഗ്രാമീണ പ്രദേശങ്ങളിലടക്കം അതോടൊപ്പം തന്നെ മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ രൂക്ഷമായി കഴിഞ്ഞാൽ നാശനഷ്ടങ്ങൾ ഏറിയിരുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ അഞ്ചൽ അതോടൊപ്പം തന്നെ ഈ പുനലൂർ മേഖലകളിലുള്ള നാശനഷ്ടങ്ങളാണ്. എന്തായാലും മഴ അങ്ങനെ തന്നെ തുടരുന്ന സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴ മണിക്കൂറുകളോളം നീണ്ടു നിന്നു എന്ന് തന്നെ പറയാം. രാവിലെയാണ് അല്പസമയം ഈ മഴയ്ക്ക് ശമനമുണ്ടായത്. വീണ്ടും ഇത്തരത്തിൽ തന്നെ തുടരുന്നു. ഗതാഗതങ്ങൾക്കൊക്കെ ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ദേശീയപാതയിലടക്കം മരങ്ങൾ വീഴുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് ജനങ്ങൾക്കുള്ള നിർദ്ദേശം. ഈ പുനലൂർ നഗരസഭയിൽ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. കാരണം നാശനഷ്ടങ്ങൾ വ്യാപകമായി സംഭവിക്കുവാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വീടിനുള്ളിലുള്ളവരായാലും അതോടൊപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നവരായാലും കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണം. അതോടൊപ്പം ഈ മരങ്ങൾ വീഴുവാൻ സാഹചര്യമുള്ള സ്ഥലത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നുള്ള കാര്യം തന്നെയാണ് ഈ അധികൃതരും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കൊല്ലത്തും അങ്ങനെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. മറ്റു ജില്ലകളെ പോലെ തന്നെ ഈ മേഖലയിലും, അതായത് കടലോര മേഖലകളിലടക്കം കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കാരണം ഈ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഈ നഗരപ്രദേശത്തിന് അടുത്ത് തന്നെയാണ് കൊല്ലം ബീച്ച്, അതോടൊപ്പം തന്നെ മറ്റ് നീണ്ടകരയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെയുള്ള ജനങ്ങൾക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും വാഹനങ്ങളിലൊക്കെ പോകുന്നവരെ നമുക്ക് കാണാം. യാത്രാക്ലേശം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഈ മഴയത്ത്. ഈ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുവെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ദൃശ്യങ്ങളിൽ ഈ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. രാവിലെ ശമനമുണ്ടായിരുന്നത് അത് കാരണം ഇവിടെ ജോലിക്കൊക്കെ പോകുന്നവരായാലും വിദ്യാർത്ഥികൾക്കായാലും ചിലരൊക്കെ തന്നെ ഈ ട്യൂഷനൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ രാവിലെ തന്നെ ഇറങ്ങിയിരുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ വീണ്ടും മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നുവെന്ന് തന്നെ
നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ റോഡിലടക്കം വാഹനങ്ങൾ വരുമ്പോൾ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെ നഗരത്തിൽ പല സ്ഥലത്തും ഇത്തരത്തിൽ വാഹനങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ പോലും പലയിടത്തും ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളോട് കൂടുതൽ ജാഗ്രത പുലർത്തുവാനാണ് എല്ലാ തരത്തിലുമുള്ള നിർദ്ദേശങ്ങൾ. അതോടൊപ്പം തന്നെ ജില്ലയിൽ കൃത്യമായിട്ടുള്ള മഴ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള അലേർട്ടുകളാണ് നൽകുന്നതെന്നുള്ള വിവരം അധികൃതർ അറിയിക്കുന്നുണ്ട്. എന്തായാലും മുഴുവനായും ഈ ജില്ല പരിശോധിക്കുമ്പോൾ മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലുമൊക്കെയുള്ള ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. നാശനഷ്ടങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചെറിയ രീതിയിൽ, അതായത് ഈയൊരു നഗരപ്രദേശങ്ങളിലൊക്കെ വലിയ തരത്തിലില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. രാവിലെ മുതൽ തന്നെ ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ തന്നെ സജീവമായി രംഗത്തുണ്ട്. ഏത് തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചാലും അവിടേക്ക് എത്തുവാൻ സജ്ജമാണ് എന്നുള്ള കാര്യമാണ് ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ അതുമായി അനുബന്ധിച്ചിട്ടുള്ള മറ്റ് അധികൃതരുമൊക്കെ അറിയിച്ചിട്ടുള്ളത്.